ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ പ്രവാചകന്മാരുടെ പഠന പരമ്പരയിലെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. ഇസ്രായേലി സമൂഹത്തിൻ്റെ കുലപതി എന്ന് വിളിക്കപ്പെടുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ശേഷം ഇസ്രായേലി സമൂഹത്തിൽ തന്നെ സ്ഥാനമുള്ള പ്രവാചകനാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഭാഗത്ത് ഇദ്ദേഹത്തെ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം 16 ആയത്തുകളിലായി 17 പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ പേര് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ നാമം പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത വിശദീകരണങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ കഴിയുകയില്ല. പകരം അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളുള്ളത് ബൈബിളിലാണ്. എന്നാൽ പോലും പരിശുദ്ധ ഖുർആൻ ചില സൂക്ഷ്മ നിരീക്ഷണങ്ങളിലൂടെ ബൈബിളിൽ തന്നെ പരാമർശിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ചില വിശദീകരണങ്ങൾക്ക് ഒരു മറുപടി എന്ന നിലയിൽ ചില ആയത്തുകളിലൂടെ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പുത്രനായിട്ടാണ് ജനിക്കുന്നത്. ആദ്യ ഭാര്യ സാറയിൽ മക്കളില്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഹാജറയെ വിവാഹം കഴിക്കുകയും ഹാജറയിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഉണ്ടാവുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് സാറയിൽ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. ചില ചരിത്ര നിരീക്ഷണങ്ങളും ബൈബിളിൻ്റെ തന്നെ ചില ചരിത്ര നിരീക്ഷണങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇദ്ദേഹം ജനിക്കുന്ന സമയത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് 100 വയസ്സായിരുന്നുവെന്നും അതുപോലെ തന്നെ സാറയ്ക്ക് 90 വയസ്സായിരുന്നുവെന്നും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് 13 വയസ്സായിരുന്നു എന്നുമെല്ലാം ഉള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് ഹാജരായ മലക്കുകൾ, ആ മലക്കുകൾ ലൂത്ത് അലൈഹി ഇസ്ലാമിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ വന്ന് കാണുന്നതും വർത്തമാനങ്ങൾ നടത്തുന്നതും. ആ ഒരു പശ്ചാത്തലത്തിൽ സൂറ ഹൂദിലെ 71-ാമത്തെ ആയത്തിൽ ചില നിരീക്ഷണങ്ങൾ, ചില വിശദീകരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ വാതിൽപ്പടിയിൽ നിൽക്കുകയായിരുന്ന സാറ ഇവരുടെ വർത്തമാനങ്ങൾ കേട്ട് ചിരിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. വംറഅതുഹു ഖായിമത്തുൻ ഫളഹിഖത് ഫബശർനാഹാ ബിഇസ്ഹാഖ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുത്ത് നിന്ന് ചിരിക്കുന്നതായും അപ്പോൾ അള്ളാഹു പറയുന്നു, നാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് സന്തോഷവർത്തമാനം, മകൻ ജനിക്കുന്ന ഇസ്ഹാഖിനെ കൊണ്ടുള്ള സന്തോഷവർത്തമാനം നൽകുന്നു എന്നുള്ള പരാമർശം നമുക്ക് പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ 71-ാമത്തെ ആയത്തിലും കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഇബ്രാഹിമിൽ 39-ാമത്തെ ആയത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ദുആ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിട്ടുള്ള ഒരു പരാമർശം നടത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബ്രി ഇസ്മാഈല വ ഇസ്ഹാഖ്. ഈ വയസ്സാൻ കാലത്ത് പോലും എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിമിലെ 39-ാമത്തെ ആയത്തിൽ പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറ സ്വാഫാത്തിൽ 112-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വബശർനാഹു ബി ഇസ്ഹാഖ നബിയ്യം മിനസ് സ്വാലിഹീൻ. ഈ സ്വാഫാത്തിലെ 112-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നാം ഇസ്ഹാഖിനെ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു, അദ്ദേഹം നബിയാണ്, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളിൽപ്പെട്ട നബിയാണ് എന്നൊരു പരാമർശമാണ് അവിടെയും നടത്തുന്നത്. അടുത്ത ആയത്തിൽ തന്നെയും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു വിശദീകരണം തന്നെ പറയുന്നത് 113-ാമത്തെ ആയത്തിൽ സൂറ സ്വാഫാത്തിലെ 113-ാമത്തെ ആയത്തിലും ഇതേപോലെ തന്നെ ബാറക്ന അലൈഹി വഅലാ ഇസ്ഹാഖ് എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ നാം അനുഗ്രഹിച്ചു, ഇസ്ഹാഖിനെ നാം അനുഗ്രഹിച്ചു എന്ന രീതിയിൽ പറയുന്നുണ്ട്. വമൻ ദുർരിയതി മാ ഹുസ്നുൻ വളാലിമുൻ നഫ്സിഹി മുബീൻ. പിന്നീട് ഇസ്രായേൽ സമൂഹത്തിൻ്റെ വംശപരമ്പരയെക്കുറിച്ചുള്ള പരാമർശമാണ്. മുഹ്സിനായ നല്ലവരായ ആൾക്കാരും ലാലിമായ ആൾക്കാരും ഒരു കാണുമെന്ന രീതിയിലുള്ളൊരു പരാമർശം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ മുന്നോട്ട് വെക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇദ്ദേഹത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഭാഗത്തെല്ലാം വളരെ
ഇദ്ദേഹത്തിൻ്റെ ചില സവിശേഷതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. സൂറ സ്വാഫാത്തിൽ ഞാൻ നേരത്തെ ഓതി വെച്ച 112-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്വാലിഹ് എന്നുള്ള പരാമർശമാണ് നടത്തുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വബശർനാ ബിഇസ്ഹാഖ നബിയ്യൻ മിനസ് സ്വാലിഹീൻ, ഇസ്ഹാഖിൽ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ് എന്നൊരു പരാമർശം നടത്തുന്നു. ഏറ്റവും നല്ലവരായ അടിമ എന്നുള്ള അർത്ഥത്തിലാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സാലിഹ് എന്നുള്ള പരാമർശം നടത്തുന്നത്. സൂറ സ്വാദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെ വിശദീകരിക്കുവാൻ വേണ്ടി അവിടെ പറയുന്ന ഒരു പരാമർശം ഇബാദ്, അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത അടിമകൾ എന്നുള്ള അർത്ഥത്തിൽ ഇബാദ് വദ്കുർ ഇബാദന ഇബ്രാഹിം ഇസ്ഹാഖ് വ യാക്കൂബ്, എൻ്റെ അടിമകളായ ഇബ്രാഹിമിനെയും ഇസ്ഹാഖിനെയും യാക്കൂബിനെയും നീ സ്മരിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ അടുത്ത ആ ആത്മബന്ധം, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന അബ്ദ്, ഇബാദിൽപ്പെട്ട അള്ളാഹുവിൻ്റെ അടുത്ത അടിമകളിൽപ്പെട്ട ഒരാൾ എന്ന രീതിയിൽ സൂറ സ്വാദിൽ 45-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് യൂസുഫിലെ 38-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചർച്ചകൾ വിശദീകരിക്കുന്ന ഭാഗത്തിടയിൽ വത്തബഅതു മില്ലത ആബാഹി ഇബ്രാഹിം വ ഇസ്ഹാഖ് വ യാക്കൂബ് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് യൂസുഫ് അലൈഹി ഇസ്ലാം പറയുന്നതായിട്ട്, ഞാൻ എൻ്റെ പിതാക്കളായ ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യാക്കൂബിൻ്റെയും ആ മില്ലത്തിനെ ഞാൻ പിന്തുടരുന്നു എന്ന രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെയും മില്ലത്ത് എന്ന രീതിയിലുള്ള വിശദീകരണമാണ് പറയുന്നത്. ആ ഒരു തരത്തിൽ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്ത് എന്നുള്ള ഒരു പരാമർശവും കൂടി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറ ബഖറയിലെ 133-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ ഇലാഹിനെ പിൻപറ്റണമെന്ന് പറയുന്ന ഭാഗത്ത് യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ മക്കളുടെ ഒരു പരാമർശം മറുപടി പറയുന്നുണ്ട്. ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിന്റെ ഇലാഹ്, അതുപോലെ തന്നെ നമ്മുടെ പിതാക്കളായ ഇബ്രാഹിമിൻ്റെയും ഇസ്ഹാഖിൻ്റെയും പിന്നെ ഇസ്മായിലിൻ്റെയും ഇലാഹിനെ അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യാക്കൂബ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മക്കളുമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായി ചോദിക്കുമ്പോൾ ആ മക്കൾ കൊടുക്കുന്ന മറുപടിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ തന്നെ ഇലാഹ് എന്നൊരു പരാമർശം, അപ്പോൾ ആ ഒരു തരത്തിലും അള്ളാഹുവിൻ്റെ അടിമ എന്ന തരത്തിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗം കൂടിയാണ് എന്നതാണ് ഈ ആയത്തുകൾ പറഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ ഒരു ഉദ്ദേശം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആയത്തുകളിലൂടെ അല്ലാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു പല ആയത്തുകളിലും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. സൂറ ബഖറയിലെ 136-ാമത്തെ ആയത്തിൽ അദ്ദേഹത്തിന് വഹീ ഇറക്കി കൊടുക്കുന്ന ഒരു പരാമർശം നടത്തുന്നുണ്ട്. വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ്. അള്ളാഹു ഇസ്ഹാഖിനും ഇസ്മായിലിനും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ഇറക്കിക്കൊടുത്ത വഹിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നമുക്ക് നടത്തുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ യഹൂദരും ക്രിസ്ത്യൻ വിഭാഗവും ഈ ഇസ്രായേലി സമൂഹത്തിൽ വന്ന പ്രവാചകന്മാരെല്ലാം അവരുടെ പ്രവാചകന്മാരാണ് എന്ന് പറയുന്ന ഒരു വാദഗതിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയാൻ നമുക്ക് സൂറത്ത് ബഖറയിൽ തന്നെ 140-ാമത്തെ ആയത്തിൽ അങ്ങനെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അം തഖൂലൂന ഇന്ന ഇബ്രാഹിമ വ ഇസ്മായില വ ഇസ്ഹാഖ വ യാക്കൂബ വൽ അസ്ബാത്ത് കാനൂ ഹൂദൻ ഔ നസാറ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ പറയുകയാണോ, അവർ ഹൂദരാണെന്നും യഹൂദരാണെന്നും ക്രിസ്ത്യൻസ് ആണെന്നും എന്ന് പറയുകയാണോ? എന്നാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിശദീകരണം നമുക്ക് ആയത്തിൻ്റെ ഭാഗത്ത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ ഈമാനിനെ വിശദീകരിക്കുന്ന ഒരു ഭാഗം എന്ന നിലയിൽ അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. സൂറ ആൽ ഇമ്രാനിലെ 84-ാമത്തെ ആയത്തിൽ ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ അലാ ഇബ്രാഹിമ വ ഇസ്മായിൽ വ ഇസ്ഹാഖ് വൽ അസ്ബാത്ത്. അതായത് നമുക്കറിഞ്ഞതിലും നാം വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ ഇബ്രാഹിമിലും ഇസ്മായിലും ഇസ്ഹാഖിലും അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിലും എല്ലാവർക്കും ഇറങ്ങിക്കൊടുത്തതിലും നാം വിശ്വസിക്കുന്നു എന്ന രീതിയിലുള്ള ഇവരുടെ ഈമാനിലും അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും ഞാൻ അതിനെ പിൻപറ്റുന്ന എന്ന തരത്തിലുള്ള വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വഹിയെ ഇറക്കിക്കൊടുത്തു എന്ന് പറയുന്ന മറ്റൊരു പരാമർശം സൂറത്ത് നിസായിലെ 163-ാം ആയത്തിലും പറയുന്നു. വഹൈനാ ഇലാ ഇബ്രാഹിം
വഇസ്മായിൽ വഇസ്ഹാഖ് വയാഖൂബ്. യാക്കൂബ് അലൈഹി ഇസ്ലാമിനും ഇസ്ഹാഖിനും ഇസ്മായിലിനും ഇബ്രാഹിമിനും എല്ലാം നാം വഹി ഇറക്കി കൊടുത്തു എന്നുള്ള ഒരു പരാമർശവും കൂടി സൂറത്ത് നിസായിലെ 163 ആയത്തിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അള്ളാഹു ഹിദായത്ത് നൽകിയവരിൽ പെട്ടവരാണ് ഇവരെല്ലാം എന്ന രീതിയിൽ സൂറത്ത് നമുക്ക് മറ്റൊരു സൂറത്തിൽ കാണുവാൻ കഴിയും. വഹബ്നാ ലഹു ഇസ്ഹാഖ് വയാഖൂബ വകുല്ലം ഹദൈന. അള്ളാഹു അവർക്കെല്ലാവർക്കും ഹിദായത്ത് നൽകി എന്നുള്ള ഒരു പരാമർശവും കൂടി നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ വിവിധ ആയത്തുകളിലായി ഏകദേശം 16 ആയത്തുകളിലായി 17 പ്രാവശ്യം ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതിനല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം ചൂണ്ടുന്ന വിശദീകരണങ്ങൾ ഉള്ളത് ബൈബിളിലാണ്. ബൈബിളിൽ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഉൽപ്പത്തിയുടെ 24 പോലുള്ള തുടർന്നുള്ള ഭാഗങ്ങളിൽ ഈ ഒരു വിശദീകരണം കാണുവാൻ കഴിയും. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന് 40 വയസ്സാവുന്ന ഒരു പശ്ചാത്തലത്തിൽ വിവാഹാന്വേഷണം നടത്തുകയും അത് കനാനിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരിലേക്ക് ആ ഒരു അന്വേഷണം എത്തിച്ചേരുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ മകനായ അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരനായ നാഹോറിൻ്റെ പുത്രി റബേക്കയുമായിട്ടുള്ള ഒരു വിവാഹത്തിൻ്റെ പരാമർശം അല്ലാഹു സുബ്ഹാനഹു വ തആല കർത്താവ് നടത്തിയെന്ന രീതിയിൽ ബൈബിളിൽ പരാമർശിക്കുന്നത്, പഴയ നിയമത്തിൽ പരാമർശിക്കുന്നതായി ഉൽപ്പത്തിയിൽ അത് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രവചനം എന്ന നിലയിലാണ് പറയുന്നത്. അതായത് മെസപ്പൊട്ടേമിയയിലെ അവിടെ നാഹോറിൻ്റെ നഗരത്തിൻ്റെ വെളിപ്രദേശത്ത് ഒരു കിണറിൻ്റെ അരികെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ വെള്ളം കുടിപ്പിക്കുവാൻ അദ്ദേഹം ഇറങ്ങുകയും അവിടെ തനിക്കും തൻ്റെ മൃഗങ്ങൾക്കും വെള്ളം നൽകുന്ന ഒരു യുവതി ഉണ്ടാവും. ആ യുവതിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്ഹാഖിന് വധുവായി മാറുക എന്ന രീതിയിലൊരു പരാമർശം നടത്തുന്നു. അങ്ങനെയാണ് അത് തൻ്റെ അർദ്ധ സഹോദരനായിരുന്ന നാഹോറിൻ്റെ പുത്രിയായ റബേക്കയുമായിട്ടാണ് പിന്നെ ഇസ്ഹാഖിൻ്റെ വിവാഹം നടക്കുന്ന രീതിയിലുള്ള പരാമർശം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവരിൽ നിന്ന് ഉണ്ടാവുന്ന 2 മക്കളുടെ പരാമർശം ബൈബിളിൽ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. അത് ഒന്ന് യേശോ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും ജനനത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദ്യം ബൈബിൾ തന്നെ പറയുന്ന ആദ്യകാലത്ത് മക്കളില്ലാതിരിക്കുകയും പിന്നീട് ഇസ്ഹാഖ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ ഫലമായി പിന്നീട് കുഞ്ഞുങ്ങൾ ജനിക്കുകയും അവിടെ ബൈബിൾ തന്നെ ഉൽപ്പത്തിയിൽ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു റബേക്കയോട് കർത്താവിൻ്റെ ഒരു അരുൾപ്പാടുണ്ടാവുന്നു, വെളിപാടുണ്ടാവുന്നു. അതായത് നിന്റെ ഗർഭപാത്രത്തിൽ 2 ജനതകൾ ഉണ്ടാവും, നീ ജന്മം നൽകുന്ന 2 ജനതകൾ പിന്നീട് ഭിന്നിക്കും, ജ്യേഷ്ഠൻ അനുജനെ സേവിക്കും എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ബൈബിളിൽ അതുമായി ബന്ധപ്പെട്ട് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ പിന്നീട് ഈ റബേക്ക പ്രസവിക്കുകയും ആദ്യ കുട്ടിയായി ഏശാവും ജനിക്കുകയും രണ്ടാമത്തെ ആൾ യാക്കോബായി ജനിക്കുന്ന ഒരു പരാമർശമാണ്. പിന്നീട് ഇതിൽ തന്നെയുള്ള വിശദീകരണം പറയുന്നത് ഈ ഏശാവ് എന്ന് പറയുന്ന സമർത്ഥനായ ഒരു വേട്ടക്കാരനായും എന്നാൽ യാക്കോബാവട്ടെ ശാന്തരും വീട്ടിൽ താമസിക്കുന്ന ഒരു കൂടാരവാസി എന്ന നിലയിലുള്ള ഒരു ശീലമാണ് യാക്കോബിൻ്റെതായി ബൈബിൾ തന്നെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്ന യാക്കൂബ് അലൈഹി ഇസ്ലാമും ബൈബിളിൽ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നത്. ബൈബിളിൽ കുശാഗ്രബുദ്ധിയായ തൻ്റെ സഹോദരനായിരുന്ന യേശോവിൻ്റെ തന്നെ അനന്തരാവകാശം ട്രിക്കിലൂടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ അവസരം ഉപയോഗിച്ച് പിടിച്ചെടുക്കുന്ന ഒരാളെന്ന നിലയിലാണ് പരാമർശിക്കുന്നത്. അതായത് ഒരു സാഹചര്യത്തിൽ വിശന്ന് വലഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന ഏശാവ് യാക്കോബിനോട് കുറച്ച് പായസം ആവശ്യപ്പെടുകയും പക്ഷേ അപ്പോൾ യാക്കോബ് ഇവിടെ അദ്ദേഹം പറയുന്നത് തൻ്റെ യാക്കോബ് എന്ന് പറയുന്ന ആൾ തൻ്റെ ജന്മാവകാശം എനിക്ക് തരികയാണെങ്കിൽ വിശന്ന് മരിക്കുന്ന എനിക്ക് തരികയാണെങ്കിൽ പായസം തരാമെന്ന് പറയുകയും അപ്പോൾ തൻ്റെ ജന്മാവകാശം സ്വത്ത് മുഴുവനും യാക്കോബിന് കൊടുത്തുകൊണ്ട് അത് വിൽക്കുകയും അതിൻ്റെ ഫലമായി ഒരു അല്പം പായസം കൊടുക്കുന്ന ഒരു ചിത്രീകരണമാണ് യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ പോലും ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള വ്യക്തി ജീവിതത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു ചിത്രീകരണമാണ് നടക്കുന്നത്. അതായത്
പ്രവാചകന്മാരായി വളർന്ന യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ ചിത്രീകരണം പോലും ബൈബിൾ ആ രീതിയിലാണ് പരാമർശിക്കുന്നത്. എന്നാൽ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ വ്യക്തിത്വവും ഈ രീതിയിലുള്ള ഒരു പരാമർശവും നമുക്ക് കാണുവാൻ കഴിയും. അത്ര ഖുർആൻ പരിചയപ്പെടുന്ന തരത്തിലുള്ള ഒരു മഹാത്മ്യം ബൈബിളിലെ പ്രവാചകന്മാർക്ക് നൽകുന്നില്ല എന്നതും ഖുർആനും ബൈബിളും തമ്മിലുള്ള ഒരു വ്യത്യസ്തമാണ് എന്നുള്ളതാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അതായത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന് തൻ്റെ മക്കളുടെ ഒരു സംസ്കരണത്തിൽ പോലും അവരുടെ വളർച്ചയിൽ പോലും ഒരു നിയന്ത്രണമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് ബൈബിളിലെ വിശദീകരണങ്ങൾ. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഖുർആനും ബൈബിളും തമ്മിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിശദീകരണം എന്ന് പറയുന്നത് ബലിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. നമ്മൾ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട ആ ഒരു ചർച്ചയിൽ ഇത് കൂടുതൽ വിശദീകരിച്ചിരുന്നു. ഖുർആനിൻ്റെ പരാമർശപ്രകാരം, ഒരു ഇസ്ലാമിക ചരിത്ര വിശദീകരണ പ്രകാരം, വ്യാഖ്യാന പ്രകാരം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ബലിയർക്കുന്നതെന്നും ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുന്നത് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം ആയിട്ടാണെന്നും പിന്നീട് ഇദ്ദേഹത്തെ തന്നെയാണ് അറുക്കാൻ കൊണ്ടുപോകുന്നതുമുള്ള പരാമർശങ്ങൾ വിവിധ ഭാഗങ്ങളിൽ സൂറ സഫാത്ത് അടക്കമുള്ള ഭാഗങ്ങളിലുമെല്ലാം അത് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 100 മുതൽ പിന്നീടുള്ള വിശദീകരണങ്ങളിൽ സൂറ സഫാത്തിൽ ബലിയുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുമായിട്ടുള്ള ചർച്ചകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ബൈബിളിൽ ഇസ്ഹാക്കിനെയാണ് ആദ്യജാതൻ എന്ന രീതിയിലുള്ള, ഏകജാതൻ എന്ന രീതിയിലുള്ള പരാമർശം നടത്തുന്നത്. ഉൽപ്പത്തി 20-22 ഭാഗങ്ങളിൽ ഉള്ളൊരു വിശദീകരണത്തിൽ നീ അത്യധികം സ്നേഹിക്കുന്ന ഏകജാതനായ ഇസ്ഹാക്കിനെ ബലിയർക്കുക എന്നുള്ളൊരു പരാമർശം, ആ ഇസ്ഹാക്കിനെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബലിയർക്കുന്നത് എന്നുള്ള പരാമർശമുള്ളത്. എന്നാൽ പരിശുദ്ധ ഖുർആന്റെ സൂചന പ്രകാരം അത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം ആണെന്നാണ് ഇസ്ലാം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇബ്നു കസീർ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനാണ് അതിനൊരു ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനേക്കാളും ഖുർആൻ ഒരു സ്ഥാനം നൽകുന്നത്. കാരണം അദ്ദേഹത്തിന് നുബുവത്തും റിസാലത്തും നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു എന്നുള്ളൊരു പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് യഹൂദ സമൂഹം ബലി അറുക്കുവാൻ ഇസ്മായിലിനെ അള്ളാഹു തെരഞ്ഞെടുത്തത് അതിൽ അസൂയ പൂണ്ടിട്ട് പിന്നീട് അത് ഇസ്ഹാഖാണ് എന്ന് പറയുന്ന ഒരു വിശദീകരണത്തിലേക്ക് അവരെത്തിച്ചേർന്നതാണ് എന്നുള്ള ചില ചരിത്ര വായനകൾ നമുക്ക് കാണുവാൻ കഴിയും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു യഹൂദ പണ്ഡിതനുമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഈ ഒരു കാര്യം ചോദിക്കുകയും അദ്ദേഹം തിരിച്ചു പറയുന്ന മറുപടി ഉണ്ട്, സത്യത്തിൽ അത് ഇസ്മായിൽ തന്നെയാണ്, പക്ഷെ ഞങ്ങൾ അസൂയ പൂണ്ടിട്ട് അതങ്ങനെ മാറ്റിയതാണ് എന്ന് പറയുന്ന ഒരു വിശദീകരണവും നമുക്ക് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ കൂടി കാണുവാൻ കഴിയും. പിന്നീട് ബൈബിളിൽ തന്നെയുള്ളൊരു പരാമർശപ്രകാരം 180-ാമത്തെ വയസ്സിലാണ് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ബാക്കിയുള്ളവരോടൊപ്പം തന്നെയും ഈ ഹെബ്രോൺ അല്ലെങ്കിൽ ഖലീൽ ഇബ്രാഹിം എന്ന് വിളിക്കപ്പെടുന്ന മസ്ജിദ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്ന അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഖബർ അടക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ 180ഓളം വർഷം ജീവിച്ചു എന്നാണ് ബിബ്ലിക്കൽ നരേഷനിൽ നിന്ന് പോലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സമൂഹത്തിൻ്റെ ചരിത്രത്തിലും അവരുടെ മുഴുവൻ ജീനിയോളജിയിലുമെല്ലാം ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ സ്ഥാനം അതിനിർണായകമാണ്. അതിൽ നിന്നാണ് പിന്നീട് നമുക്ക് യാക്കൂബ് അലൈഹി ഇസ്ലാമിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയും പിന്നീടുള്ള വംശങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ഇസ്രായേലി സമൂഹത്തിൽ ഉണ്ടായ സ്ഥാനം പരിശുദ്ധ ഖുർആൻ അതേപോലെ ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പാഠങ്ങളിൽ നിന്ന് പോലും നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇബാദത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ, ഇലാഹിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഈമാനിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വാലിഹ് എന്നുള്ള പരാമർശം, അതുപോലെ തന്നെ അദ്ദേഹത്തെ അള്ളാഹു ബാറക്കന എന്ന് പറയുന്ന അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള പരാമർശം, അദ്ദേഹത്തിന് ഹിദായത്ത് നൽകി എന്നുള്ള പരാമർശങ്ങളെല്ലാം അതൊരു മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിനും കൂടി ഏറ്റെടുക്കേണ്ടതും അതേ മാർഗത്തിൽ
അവരുടെ ഈ പ്രവാചകന്മാരുടെ മില്ലത്ത് അതിനെ ഉൾക്കൊള്ളേണ്ടതും ഒരു മുസ്ലിം എന്ന നിലയിൽ കടമയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ചരിത്രങ്ങൾ പരാമർശിക്കുന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.